ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. ഗോവിന്ദസ്വാമിയെ എന്തിനാണ് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്? അതെന്തിനാണെന്ന് നോക്കുന്നതിന് മുമ്പായി എങ്ങനെയാണ് ചാടിയതെന്ന് അറിയാത്ത ആൾക്കാർക്കായിട്ട് പറഞ്ഞുതരാം. 3 മാസത്തോളം നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് അദ്ദേഹം ജയിൽ ചാടിയതെന്ന് ഒരുപാട് ജയിൽ ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും എല്ലാവരും പറയുന്നു. എങ്ങനെയായാലും ഈ ഒറ്റക്കൈ കൊണ്ട് ഇത്രയും വലിയ മതിൽ ചാടിക്കടക്കുക നിസ്സാര കാര്യമല്ല. അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഇങ്ങനെ പോലെയുള്ള ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഐ ഡോണ്ട് നോ. എന്തായാലും ഇയാൾ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. കൃത്യമായിട്ടുള്ള ആസൂത്രണവും കാര്യങ്ങൾ നടപ്പിലാക്കാനും കഴിവുള്ള ബുദ്ധിയുള്ള മനുഷ്യൻ. ഗോവിന്ദസ്വാമി വെറും ഗോവിന്ദസ്വാമിയല്ല, ഇറ്റ്സ് എ വെരി ബ്രില്യൻ മാൻ. ആഴ്ചകൾക്ക് മുമ്പേ ചോറും അരിഭക്ഷണം ഒഴിവാക്കി ചപ്പാത്തി മാത്രം ആഹാരമാക്കിയവൻ. ബ്ലേഡ് അലർജിയാണെന്ന് പറഞ്ഞ് തൻ്റെ രൂപത്തിന് മാറ്റം വരുത്താൻ താടി വടിക്കാതെ നീണ്ടു നിന്ന നാളുകൾ. അപ്പം എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇത്രയും നാളും അദ്ദേഹം താടി വടിച്ച് സുന്ദരനായി ചിക്കനും മട്ടനൊക്കെ കഴിച്ച് കൊഴുത്ത് നല്ല അടിപൊളി യുവാവിനെ പോലെ ഇരുന്നിരുന്ന ആൾക്ക് പെട്ടെന്ന് ബ്ലേഡ് അലർജി വന്നതാണോ? അതുപോലെ അരിയാഹാരം കഴിക്കാൻ പറ്റാത്തതായത് അത് എത്രയും നാളില്ലാതെ പെട്ടെന്നൊരു ദിവസം അരിയാഹാരം കഴിക്കാൻ പറ്റാതാവുക, അതിന് ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ്, അതൊന്നും മനസ്സിലാവുന്നേ ഇല്ല. അതുപോലെ ഉപ്പ് ഇരുമ്പ് കമ്പിയിൽ കെട്ടിവെച്ച് ദ്രവിപ്പിച്ച് വർക്ക്ഷോപ്പുകളിൽ നിന്ന് ആക്സോ ബ്ലേഡുകൾ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് അത് മുറിച്ച് വൈദ്യുതി ഓഫാക്കി കൃത്യമായി മുൻകരുതലുകൾ എടുത്ത് അദ്ദേഹം ജയിൽ ചാടി പുറത്തിറങ്ങിയ അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കണ്ട ഒരാൾ ഗോവിന്ദസ്വാമിയെ തിരിച്ചറിയുന്നു. ഒരു മോഷണം നടത്തി തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റുന്നു. പിന്നീട് അങ്ങോട്ട് നടന്നതെല്ലാം നാടകീയ സംഭവങ്ങളാണ്. ഇദ്ദേഹത്തിൻ്റെ ഫേറ്റ്, വിധിയാണ് വില്ലനായി വന്നത്. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ പോലീസിൽ വിവരമറിയിച്ച ആൾ ഓടി ഒരു കിണറ്റിനകത്ത് ഒളിച്ചിരുന്നു. അവിടെയും വിധി അയാളെ വെറുതെ വിട്ടില്ല. കിണറ്റിൽ നിന്നും പോലീസ് കൈയോടെ പൊക്കി. ഇപ്പോൾ അദ്ദേഹത്തെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തിനാണ് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്? അതെന്തിനാണെന്ന് നമുക്ക് നോക്കാം. വിയ്യൂർ സെൻട്രൽ ജയിലിൻ്റെ സവിശേഷതകൾ. കേരളത്തിലെ ഹൈ സെക്യൂരിറ്റി ജയിലാണ്. 2016 ഉദ്ഘാടനം ചെയ്തത്. 2019 ജൂലൈ 3 പ്രവർത്തനം ആരംഭിച്ചു. കൊടും കുറ്റവാളികളെയാണ് ഇവിടെ പാർപ്പിക്കുന്നത്. ആകെ 192 സെല്ലുകൾ, 600 തടവുകാരെ പാർപ്പിക്കാൻ കഴിയും. സെല്ലുകളുടെ ഉയരം 4.2 മീറ്ററാണ്. സെല്ലുകളിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല. സെല്ലിനകത്ത് ഫാൻ ഉണ്ടാവും, കട്ടിലുണ്ടാവും, ശുചിമുറിയും ഉണ്ടാവും. മുഴുവൻ സമയവും CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലുമാണ്. ഭക്ഷണത്തിന് പോലും പുറത്തിറക്കില്ല, സെല്ലിലെത്തിച്ച് നൽകും. നിലവിൽ ഇവിടെയുള്ളത് 125 കൊടും കുറ്റവാളികൾ. സെല്ലിന് പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവുള്ള മതിലുണ്ട്. മതിലിന് മുകളിൽ 10 അടി ഉയരത്തിൽ വൈദ്യുതി വേലിയുണ്ട്. മതിലിന് പുറത്ത് 15 മീറ്റർ വീതം ഉയരമുള്ള 4 വാച്ച് ടവറുകളുണ്ട്. 24 മണിക്കൂറും ആയുധധാരികളുടെ നിരീക്ഷണവും ഉണ്ടാവും. ഇനി ഗോവിന്ദസ്വാമിയുടെ താമസം ഇവിടെയാണ്. കണ്ടറിയണം കോശി, ഇനി എന്താ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ബൈ.